നമസ്കാരം. നമ്മുടെ മനസ്സിലുള്ള എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് നടന്നു കിട്ടുവാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു കാര്യം ചെയ്യുക വഴി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അതെന്ത് തന്നെയാണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് നടന്നു കിട്ടും. നമ്മുടെ മനസ്സിലുള്ള ഏതൊരാഗ്രഹവും നിറവേറുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു ആഗ്രഹം അതെന്തു തന്നെയാണെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് സാധിച്ചെടുക്കുവാൻ സാധിക്കും. അത്തരം ഒരുപാട് വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിലെ ഒരു ആഗ്രഹം അത് കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ ചെയ്തിട്ടും അതൊന്നും നടന്നു കിട്ടുന്നില്ല. പലവിധ വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, പലവിധ പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്, പലവിധ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. പക്ഷേ ഫലം ഇല്ലാതെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അതെന്ത് തന്നെയാണ് എങ്കിലും വെറും 21 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നമ്മൾ നൊന്ത് പ്രാർത്ഥിച്ചാൽ എന്തും അമ്മ സാധിച്ചു തരുന്നതാണ്. അത്രയേറെ ശക്തിയാണ്, അത്രയധികം പവറാണ് അമ്മയ്ക്ക്. നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹം പലതാകാം. ചിലർക്ക് ധനപരമായിട്ടുള്ള ആഗ്രഹങ്ങളാകാം, അല്ലെങ്കിൽ കാലങ്ങളായി അവർ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതെ പോകുന്നു എന്നതാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും വിധേനെ തൻ്റെ ഒരു സുഹൃത്ത് പിണങ്ങിപ്പോയതാകാം. അത് ആൺ സുഹൃത്താവാം, പെൺ സുഹൃത്താവാം, ആരുമാകാം. അങ്ങനെയുള്ള പലവിധ ആഗ്രഹങ്ങളാണ് പലർക്കും. എന്ത് ആഗ്രഹവുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഒരു സുഹൃത്ത് പിണങ്ങിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തുമാകട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നത്. വരാഹി ദേവിയുടെ അനുഗ്രഹത്തിലായിരിക്കും ഈ ഒരു കാര്യം നമുക്ക് നടന്നു കിട്ടുക. അപ്പോൾ നന്നായിട്ട് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക. വരാഹി ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതായി ഒന്നുമില്ല. ശത്രുദോഷങ്ങൾ അവസാനിക്കും. ജീവിതത്തിൽ വലിയ വലിയ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. ഇന്നത്തെ ഈ ഒരു കർമ്മം ചെയ്യുന്നത് വരാഹി ദേവിക്ക് വേണ്ടി തന്നെയാണ്. വരാഹി ദേവിയുടെ അനുഗ്രഹം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നമ്മുടെ ആപത്തുകൾ, അല്ലെങ്കിൽ നമ്മുടെ തടസ്സങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ ഒക്കെ അവസാനിച്ച് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും. എത്ര വലിയ തടസ്സമാണെങ്കിലും, എത്ര വലിയ നടക്കാത്ത ആഗ്രഹമാണെങ്കിലും അത് വളരെ പെട്ടെന്ന് വെറും 21 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും. ഇതിനൊരു വലിയ കർമ്മത്തിൻ്റെയോ അല്ലെങ്കിൽ വലിയൊരു പൂജയുടെയോ വലിയ മന്ത്രങ്ങളുടെയോ ആവശ്യകതയില്ല. ചെറിയൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു വലിയ കാര്യം നമുക്ക് നടന്നു കിട്ടും. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഇന്ന ആൾക്കൊന്നൊന്നുമല്ല, സ്ത്രീക്കോ പുരുഷനോ ആർക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാം. അശുദ്ധിയായിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല. ശുദ്ധിയോട് വേണം ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ തീർച്ചയായും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫലം ലഭ്യമാകുന്നതാണ്. ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ എന്തും ആഗ്രഹിക്കാം. ആ ഒരു കാര്യം ഒരു വെറ്റില എടുക്കുക, അതിൽ ഈ ഒരു ആഗ്രഹം എഴുതുക. അതുമാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ആ ആഗ്രഹം നമ്മൾ ആ വെറ്റിലയിൽ എഴുതിയതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ കിടക്കാൻ നേരത്ത് തലയിണയുടെ അടിയിൽ ഈ വെറ്റില വെക്കുക, ഉറങ്ങുക. ഇത് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം. ഇത് ചെയ്യുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്. വളരെയേറെ ഭംഗിയായി കുളിച്ചതിന് ശേഷം കിഴക്കോട്ട് ദർശനമായിട്ടിരുന്ന് നമ്മൾ ആഗ്രഹിക്കുക, നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുക ആ ഒരു കാര്യം നടന്നു കിട്ടണമെന്ന്. അത് വളരെയേറെ ആഗ്രഹിക്കുക. ആ ഒരു സമയത്ത് മറ്റ് ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. ശുദ്ധിയോടുകൂടി കിഴക്കോട്ട് ദർശനമായിട്ടിരുന്ന് വളരെ സ്വസ്ഥതയോടുകൂടി, വളരെ സമാധാനത്തോടുകൂടി ആ ഒരു ആഗ്രഹം നമുക്ക് നടന്നു കിട്ടണമെന്ന് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വെറ്റിലയിൽ ഇന്ന പോലെ എഴുതുക,
ആഗ്രഹം എന്താണോ അത് എഴുതുക, അതുപോലെ എഴുതുക. എനിക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടണം, അതും 21 ദിവസത്തിനകം അന്ന് കിട്ടണം എന്നൊന്ന് പ്രാർത്ഥിക്കുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ഈ വെറ്റില നിങ്ങൾ ഉറങ്ങാൻ നേരത്ത് നിങ്ങളുടെ തലയിണയുടെ അടിയിൽ വെച്ചേക്കുക. മടക്കിയൊന്നും ചെയ്യരുത്. സാധാ രീതിയിൽ ആ വെറ്റില എങ്ങനെ ഇരിക്കുന്നുവോ നിവർത്തി തന്നെ നിങ്ങളുടെ ഉറങ്ങുന്ന തലയിണയുടെ അടിയിൽ വെച്ചേക്കുക. ഈ ഒരു കർമ്മം നിങ്ങൾക്ക് ഹാളിലൊന്നുമല്ല, നിങ്ങൾ എവിടെയാണോ ഉറങ്ങുന്നത് അവിടെ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. നിലത്ത് വേണം ചെയ്യാൻ. നിലത്തിരുന്ന് വേണം ഈ ഒരു കാര്യം കിഴക്കോട്ട് ദർശനമായി ഇരുന്ന് ചെയ്യുവാൻ. വളരെ ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു കാര്യം ചെയ്യാൻ. അതിനുശേഷം നിങ്ങളുടെ കുലദേവത ആരാണോ അവരെ പ്രാർത്ഥിക്കുക. കുലദൈവത്തെ പ്രാർത്ഥിക്കുക. ദുഃഖങ്ങളൊക്കെ മാറിത്തരിക. ഈ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തരിക. അത് 21 ദിവസത്തിനകം. ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കാം. അവരവർ വിശ്വസിക്കുന്ന ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച്, അല്ലെങ്കിൽ കുലദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് വേണം ഈ ഒരു കാര്യം ചെയ്യുവാൻ. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. എനിക്ക് ആ ഒരു ആഗ്രഹം, ആ പിണങ്ങി പിരിഞ്ഞു പോയ ആൾ, അല്ലെങ്കിൽ നമുക്ക് നടക്കേണ്ട ആഗ്രഹം, ഒരു വീട് വയ്ക്കുന്നതിനെക്കുറിച്ചാകാം, ധനത്തെക്കുറിച്ചാകാം, മറ്റെന്തുമാകാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യമാകാം, അല്ലെങ്കിൽ കടത്തെക്കുറിച്ചാകാം, എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ആഗ്രഹത്തെക്കുറിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. കുലദൈവത്തെ, ഇഷ്ടദൈവത്തെ ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ ഒരു ആഗ്രഹം നടന്നു കിട്ടണം എന്ന് തന്നെ നന്നായിട്ട് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചു വേണം ഈ ഒരു കാര്യം ചെയ്യുവാൻ. ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ധനം വന്നു ചേരുന്നു, വീട്ടിലെ കഷ്ടപ്പാടുകൾ മാറുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും സഫലീകരിക്കാൻ കഴിയുന്നു. നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് നടന്നു കിട്ടും. ഇത്തരം വീഡിയോകളൊക്കെ ഞാൻ എൻ്റെ പഴയ ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി നോക്കാവുന്നതാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വെറ്റിലയിൽ ആഗ്രഹം എഴുതുമല്ലോ, അത് വളരെ ചുരുക്കി വേണം എഴുതാൻ. അതായത് ഇപ്പോൾ ചിലർക്ക് ഒരു ജോലിയുടെ ആവശ്യമാകാം, അല്ലെങ്കിൽ പ്രണയം ഏതെങ്കിലും രീതിയിൽ പരാജയപ്പെട്ടതാകാം, അതല്ലെങ്കിൽ ഒരു വിവാഹം നടക്കുന്നതിനെക്കുറിച്ചാകാം, അല്ലെങ്കിൽ വിവാഹം നടക്കേണ്ട എല്ലാം ഉറച്ചു വെച്ചതിന് ശേഷം അത് തട്ടിപ്പോകുന്നതിനെക്കുറിച്ചാകാം. എന്ത് തന്നെയാണെങ്കിലും വളരെ ചുരുക്കി ആ വെറ്റിലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ ഒന്ന് എഴുതിയാൽ മാത്രം മതി. എന്നതിന് ശേഷം സ്വസ്ഥമായിട്ട് ഉറങ്ങുക. ആ ഒരു ആഗ്രഹം നടക്കും എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങുക. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, രാവിലെ എഴുന്നതിന് ശേഷം ആ വെറ്റില എടുക്കുക. വെറ്റില എടുത്തതിന് ശേഷം നന്നായിട്ടങ്ങ് ചെറുതായിട്ട് മടക്കിയതിന് ശേഷം ഒരു വെള്ള പേപ്പറിൽ അതൊന്ന് പൊതിയുക. എന്നിട്ട് സേഫായിട്ട് അതവിടെ വെക്കുക. 21 ദിവസത്തിനകം നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. നടന്നു കിട്ടിയതിന് ശേഷം ഈ വെറ്റില നിങ്ങൾ ഒഴുകുന്ന ജലത്തിൽ കളഞ്ഞേക്കുക. ഇപ്പോൾ ചിലർക്ക് ഒഴുകുന്ന ജലമൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 3 കൂടുന്ന മുക്ക് എന്ന് പറയുമ്പോൾ 3 വഴികൾ ചേരുന്ന ഭാഗത്ത് ആരും കാണാതെ വലിച്ചെറിഞ്ഞേക്കുക. ഈ ഒരു ചെറിയ വെറ്റിലയാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. അതൊരു വെള്ള പേപ്പറിൽ ചെറുതായിട്ടൊന്ന് പൊതിഞ്ഞതിന് ശേഷം ചുമ്മാ വലിച്ചെറിഞ്ഞിരുന്നാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ആഗ്രഹം അത് സഫലീകരിക്കുവാൻ ഈ ഒരു ചെറിയ കർമ്മത്തിലൂടെ നിങ്ങൾക്ക് സാധ്യമാകും. വരാഹി അമ്മയുടെ അനുഗ്രഹമുണ്ടാകും. ഒപ്പം വരാഹി അമ്മയെയും പ്രാർത്ഥിക്കുക. ഏതൊരു ശത്രുവിനെയും, ഏതൊരു ശത്രുദോഷത്തെയും, ഏതൊരു തടസ്സത്തെയും വളരെ പെട്ടെന്ന് ഇല്ലാതാക്കുവാൻ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സാധ്യമാകും. തീർച്ചയായും ഇതൊന്ന് ചെയ്തു നോക്കുക. വളരെ പെട്ടെന്നായിരിക്കും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് വളരെയേറെ ഗുണമുണ്ടാകും. ഏറ്റവും നല്ല ഒരു പ്രയോജനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ഗുണമുണ്ടാകും. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.